ഓം ശാന്തി. ഏറ്റവും വലിയ വണ്ടർഫുള്ളായിട്ടൊരു ഫാക്ടർ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഈശ്വരനെക്കുറിച്ചും ഈശ്വരൻ്റെ രചനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമായിരുന്നു. ഈ കാലചക്രത്തിൽ 4 യുഗങ്ങളിൽ വെച്ച് സത്യയുഗം എന്നത് ഈശ്വരൻ്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന രചന, ഗോൾഡൻ ഏജ്, സത്യയുഗം, ദേവതമാരുടെ ലോകം എന്നൊക്കെ പറയും. ഈച്ച് ആൻഡ് എവറിത്തിങ് അവിടെ പെർഫെക്ഷൻ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഓരോ ജീവാത്മാവിൻ്റെ ഉള്ളിലും 7 കലകളാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, സുഖം, ആനന്ദം. ഈ അടിസ്ഥാന ഗുണങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ അത് 100% നിറഞ്ഞ സമയത്ത് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം അതിൻ്റെ ദ ബെസ്റ്റ് ഫോമിലായിരുന്നു നമ്മൾ ഓരോ ജീവാത്മാക്കൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടതായ അവസരം തന്നത്. ഈശ്വരൻ്റെ സങ്കല്പം പറയാറില്ലേ, ഈശ്വരൻ സങ്കല്പിച്ചു ഈ സൃഷ്ടി രചിച്ചു എന്ന്. ഈശ്വര സങ്കല്പത്തിൻ്റെ രചന അത്രയും പെർഫെക്റ്റാണ്. നമ്മൾ ജീവാത്മാക്കൾ, നമ്മുടെ ഉള്ളതായിട്ടുള്ള ക്വാളിറ്റി, ഓരോ മനുഷ്യനും, ഓരോ ആത്മാവും, ഓരോ ഇൻഡിവിജ്വലും, സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, നമ്മളുടെ ഉള്ളതായിരിക്കുന്ന 7 ഗുണങ്ങൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഫോമിൽ വരുന്ന സമയത്ത് 7 ഗുണവും 100% തികയുന്നൊരവസ്ഥ വന്നാൽ ഈ പ്രകൃതി ദാസിയെപ്പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് പറയുന്നത്. ഈ പ്രകൃതി നമ്മളുടെ വൈബ്രേഷൻസിനൊത്ത് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് വരുന്നത് എന്തോ നമ്മൾ പറയാറില്ലേ, ഞാൻ ആഗ്രഹിക്കുന്നതല്ല എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഞാൻ എന്താണോ അതാണ് എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വലത്തുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും എനിക്ക് ചുറ്റും, നമുക്കങ്ങനെ വേണ്ടേ പറയാൻ, ഒരു സ്റ്റാർ ഷൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് 4 ഭാഗത്തേക്കും റേസ് സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ. ഇൻ ദ സെയിം വേ ഞാനാകുന്ന ആത്മാവിൻ്റെ ഉള്ളിൽ അഥവാ എൻ്റെ ഉള്ളിൽ നിന്നൊരു തോട്ട് ഉണ്ടാവുമ്പോൾ, എൻ്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാകുമ്പോൾ, സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ചിന്ത വരുന്ന സമയത്ത് എങ്ങനെയാണോ ശബ്ദം എന്ന ഊർജം അതതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തിൻ്റെയും ആധാരത്തിൽ യാത്ര ചെയ്യും പോലെ ഈ സങ്കല്പം എന്ന് പറയുന്ന ഊർജ്ജവും അതെ അതിൻ്റെ വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് ഇമോഷണലി പവർഫുൾ ആണെങ്കിൽ അത് 30 അടി ചുറ്റളവിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. എൻ്റെ ചുറ്റും ഒരു നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം ഒരു ഗോളം പോലെ ചുറ്റും സ്പ്രെഡാവും പോലെ ഞാൻ എൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്താലും നെഗറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്താലും വേസ്റ്റ് തോട്ടാണെങ്കിലും ആ തോട്ട് എന്നിൽ നിന്ന് 4 ഭാഗത്തേക്കും 30 അടി, അതായത് 9 മീറ്റർ ചുറ്റളവിലേക്ക് അത് സ്പ്രെഡായിക്കൊണ്ടേയിരിക്കുകയാണ്. മണി എന്ന് പറയുന്നൊരു ഊർജ്ജമാണ്, ഈ ശരീരം ഒരു ഊർജ്ജമാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജമാണ്. സയൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവയുടെ പ്രകമ്പനത്തിലൂടെയാണ്, അവരെ പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്, വൈബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആധാരത്തിലാണ് ഈ മുഴുവൻ പ്രപഞ്ചം നിൽക്കുന്നത്. നമ്മുടെ ശരീരവും അങ്ങനെ, ഈ സംസാരിക്കുന്ന ഈ എനർജി, ഈ ഒരു ഊർജം ഇതും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അഥവാ പഞ്ചതത്വങ്ങൾ ഇതെല്ലാം സദാസമയം വൈബ്രേഷൻതായിട്ടുള്ള ഒരു എനർജിയിൽ ഇങ്ങനെ കറങ്ങി അത് ഓൾവേസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എനർജികളുടെ പ്രകമ്പനത്തിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ ഫ്രീക്വൻസി ധനത്തിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് സെയിം ആവുന്ന നിമിഷം നിങ്ങൾ എന്ത് തൊട്ടാലും പൊന്നാവും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ അടുത്ത് വരാൻ തുടങ്ങും. എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റും. ഏതൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും വലിയ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ജോലിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായിട്ടുള്ള ഇൻകം വരാൻ തുടങ്ങും. പല ഭാഗങ്ങളിൽ നിന്ന് ഇൻകം വരാൻ തുടങ്ങും. നല്ല സമയം ആരംഭിച്ചു എന്ന് നമ്മൾ പറയും. എന്ന് ചേർത്ത് നിങ്ങളുടെ ഫ്രീക്വൻസി പോസിറ്റീവായി ആക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈശ്വരൻ്റെ ഫ്രീക്വൻസി ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് പ്യുവർ വൈബ്രേഷനാണ്. അതിന് ഈക്വലായിട്ടാണ് ഭഗവാന്റെ രചനയായ ശ്രേഷ്ഠ രചനയായിരിക്കുന്ന ധനം. അതും അതെ അതിൻ്റെ ഫ്രീക്വൻസിയിലാണ് പ്രവഹിക്കുന്നത്. കറണ്ട് എന്നല്ലേ പറയുക. കറണ്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രവാഹമാണ്. ആ പ്രവാഹവും അതെ അതിൻ്റെ തരംഗങ്ങളും അതിൻ്റെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്ത് ഇതൊക്കെ തന്നെ ഇതേ ഫ്രീക്വൻസിയിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ധനം എന്ന ഊർജ്ജവും അതെ അതൊരു ഊർജ്ജമാണ്. നമ്മുടെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ധനത്തിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തുമായിട്ട് സെയിം ആവുന്ന നിമിഷം വന്നാൽ ധനം നിങ്ങളിലേക്ക് അൺലിമിറ്റഡായിട്ട് ഒഴുകിയെത്തും. അതിനുള്ള എളുപ്പ വഴി എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ സങ്കല്പങ്ങളെ ഭഗവാന്റെ സങ്കല്പങ്ങളാക്കി മാറ്റാൻ സാധിച്ചാൽ നിങ്ങൾക്ക് സങ്കല്പിക്കുന്നതിനേക്കാൾ എത്രയോ അധികമായിട്ട് ധനം വരാൻ തുടങ്ങും. അതിനൊരു എളുപ്പവഴിയാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ
ദിവസവും പഠിക്കുന്നതായിരിക്കുന്ന സത്സംഗത്തിലൂടെ ഭഗവാൻ നമ്മളോട് ടീച്ചറായി പഠിപ്പിക്കുന്ന ഒരു വിദ്യയാണ് സത്സംഗം. നിങ്ങൾ ദിവസവും ക്ലാസ് കേട്ട് ആ ക്ലാസ്സിലെ പോയിന്റുകളെ മനനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ തോട്ട്സിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും അപാരമായിരിക്കുന്ന ശക്തിയിൽ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. കുറച്ചും കൂടെ സ്ട്രോങ് ആയ 9 മീറ്റർ 30 അടിയൊന്നുമില്ല, അതിൻ്റെയും അപ്പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ പോസിറ്റീവ് എനർജി കൂടുന്നതിനനുസരിച്ച് മണിയുടെ ഫ്രീക്വൻസിയും നമ്മുടെ ഫ്രീക്വൻസിയും സെയിം ആവാൻ തുടങ്ങും. മണി എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഉള്ളതാണ്. അപ്പം മണി എന്നിലേക്ക് ഒഴുകി വരാൻ വേണ്ടി എന്തോ ഞാൻ ചെയ്യേണ്ട കാര്യം? ഈ സങ്കടത്തിനൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ കുഴിയിൽ വീണുപോയി, സത്യം. കുഴിയിൽ നിന്ന് കയറണം എന്നുണ്ടെങ്കിൽ ഒരു കോണി വെച്ച് മുകളിലേക്ക് വരിക എന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. ഞാൻ കുഴിയിലാണേ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ആർക്കെങ്കിലും ആ കുഴിയിൽ നിന്ന് കയറാൻ പറ്റുമോ? ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങൾ കർമ്മത്തിൻ്റെ കുഴികളാണ്. ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ എന്നോ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ കർമ്മങ്ങളാകുന്ന കുഴികളിൽ നമ്മൾ കുടുങ്ങിപ്പോകുമ്പോഴാണ് കടം കൊണ്ട് പൊറുതി മുട്ടാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്, രോഗങ്ങൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്, എല്ലാവരും ഒറ്റപ്പെടുത്തി ഞാൻ ഒറ്റയ്ക്കായി, എന്നെ ആർക്കും വേണ്ട, എനിക്ക് ആരും ഇല്ല എന്നൊക്കെ തോന്നലുണ്ടാവുന്ന സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളങ്ങനെ ഏതെങ്കിലും കർമ്മത്തിൻ്റെ കുഴിയിൽ വീഴുകയാണ്. ആ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ കുഴിയിലാണെന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ആ കുഴികളുടെയൊക്കെ ആഴം കൂടുകയുള്ളൂ, കുറയില്ല. അതുകൊണ്ട് കോണി വെച്ച് കയറാൻ നോക്കുക. ഏത് കോണിയാണ് വെക്കണ്ടേ? സങ്കല്പത്തിൻ്റെ കോണിയിലൂടെ കയറണം. ആ കോണി കയറാനുള്ളതായിട്ടുള്ള ഈസി മെത്തേഡാണ്. നമുക്ക് എവിടുന്ന് പോസിറ്റീവ് തോട്ട്സ് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നിരന്തരമായി ശ്രദ്ധിക്കുമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അവർ പഠിക്കുന്നത് വിട്ട് അപ്പുറത്ത് കൂട്ടുകാരുടെ ശബ്ദം കേൾക്കുമ്പോൾ കളിക്കാൻ പോയാൽ, അവർ ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോൾ കളിക്കാതെ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ നമ്മൾ ശാസിക്കൂല്ലേ? നീ എന്തായി ചെയ്യുന്നത്? വന്ന് പഠിച്ചിട്ട് പോയി കളിച്ചോ എന്ന് പറയും. കഴിച്ചിട്ട് ഉറങ്ങുക എന്ന് പറയും. അതുപോലെ കറക്റ്റായിട്ടുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ ശാസിക്കും പോലെ നമ്മുടെ മനസ്സിനെ ശാസിക്കണം, സ്നേഹത്തോടെ ശാസിക്കണം. നീ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? നീ വാ, ഭഗവാന്റെ ഈ മഹാവാക്യം കേൾക്ക്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊട്ടും താല്പര്യമില്ല എങ്കിൽ ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്. ജീവിതങ്ങൾ മാറ്റിമറിച്ചതായിരിക്കുന്ന എത്ര നല്ല നല്ല എഴുത്തുകാരുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളുടെ ബുക്കുകൾ വായിച്ച് അതൊന്ന് കോട്ട് ചെയ്യാൻ, പവർഫുൾ പോസിറ്റീവ് തോട്ട്സ് അത് കയ്യിലെടുക്കുക. എന്നിട്ട് ദിവസത്തിൽ പലതവണ ആ തോട്ട്സിൽ വരെയും ആ തോട്ട്സ് എനർജി നമ്മൾ നിറയുന്നതായിട്ടും ഞാനതാണ് എന്നും സങ്കല്പിച്ചുകൊണ്ട് ആ ഊർജ്ജത്തിലേക്ക് മാറാൻ നോക്കുക. എളുപ്പത്തിൽ ബെസ്റ്റായിട്ടുള്ള മെത്തേഡാണ് ഈശ്വര വിശ്വവിദ്യാലയത്തിലെ മെഡിറ്റേഷൻ ലെവലിൽ നിങ്ങൾ പഠിച്ചാൽ, ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ, ആ മഹാവാക്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ചേൺ ചെയ്യാൻ തുടങ്ങിയാൽ, അതിനെ നമ്മൾ കടഞ്ഞെടുത്തുകൊണ്ട് അതാവാൻ അനുഭൂതി ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങിയാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഉയരാൻ തുടങ്ങും. പക്ഷേ അലേർട്ട് ആവണം, അവെയർ ആവണം. ഞാൻ എൻ്റെ ഉള്ളിൽ ആ പോസിറ്റീവ് എനർജി നിറയ്ക്കുകയാണെന്നും ഞാനതാണ് എന്നും ചിന്തിക്കണം. ഇതൊരു സ്റ്റഡിയാണെന്ന് മാത്രം വിചാരിച്ചാൽ പോരാ. അപ്പോഴും പോസിറ്റീവ് എനർജി നിറയും, പോസിറ്റീവ് തോട്ട്സ് വരും. പക്ഷെ നമ്മുടെ ഫ്രീക്വൻസി മാറുന്നതിന് ചേഞ്ച് ഉണ്ടാവും. ഒന്ന് ഞാനതാണ് എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഈ കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുമുണ്ടാകുന്ന ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്ത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നല്ലതാണെന്ന് മാത്രം ചിന്തിക്കാതെ അതിൽ പറയുന്ന കാര്യം ഭഗവാൻ നമ്മുടെ അടുത്ത് നിങ്ങളിതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഐ ആം എന്ന് പറയുന്ന മോസ്റ്റ് പവർഫുൾ ആയിരിക്കുന്ന ടെക്നിക്കാണ് ഈശ്വരൻ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ക്ലാസ്സുകളിൽ ഭഗവാൻ പഠിപ്പിക്കുന്ന ലെസൺ. അത് പഠിച്ചിട്ട് നിങ്ങൾ ആ തോട്ട്സിൻ്റെ വേവ് ലെങ്ത്തിലേക്ക്, ആ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ഉയർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ തോട്ട്സ് മാറും, നമ്മുടെ മനസ്സ് ശുദ്ധാവാൻ തുടങ്ങും, ഡിപ്പെൻഡൻസി ഇല്ലാതായി മാറും, അറിയാതെ ഭഗവാനുമായിട്ടുള്ള കണക്റ്റഡ് ആവും. ആനന്ദസാഗരവുമായി കണക്റ്റഡ് ആകുമ്പോൾ മനസ്സ് എപ്പോഴും ഹാപ്പി ആവാൻ തുടങ്ങും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ക്ലീനിങ് തന്നെത്താൻ നടക്കാൻ തുടങ്ങും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശുദ്ധീകരണം നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ വൈബ്രേഷൻ പവർഫുൾ ആൻഡ് പോസിറ്റീവ് ആവാൻ തുടങ്ങും. നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് നമുക്ക് വേണ്ട എല്ലാ കാര്യത്തിനെയും കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരീയ വിദ്യാർത്ഥികളാണെങ്കിലും അവരോടും എനിക്ക് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഇത് ഒരു പാഠമല്ല, ഇത് നമുക്കാവാനുള്ളതാണ്. മാറ്റം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനുള്ളതാണ്. എൻ്റെ ഇൻഡിവിജ്വൽ ചെക്കിങ്ങിലൂടെ ഇന്നത്തെ ഒരു ദിവസം ഭഗവാൻ പറയുന്ന പോലെ എത്ര സ്നേഹം നിറച്ചു, എത്ര ശാന്തി നിറച്ചു, എത്ര ശക്തി നിറച്ചു, എത്ര ഞാൻ സ്പ്രെഡ് ചെയ്തു എന്ന് നിങ്ങൾ നോക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വന്നു കിട്ടും. വേറെ ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. പക്ഷേ പ്രവർത്തിക്കേണ്ടത് ഇവിടെയാണ്. കേൾക്കാനുള്ളതല്ല, കേട്ടാനന്ദിക്കാനുള്ളതല്ല,
കേട്ട് സന്തോഷിച്ച് നല്ല കാര്യമെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതല്ല, നോട്ട് ചെയ്ത് വെക്കാൻ മാത്രമുള്ളതല്ല, നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ നന്നായിട്ട് കടഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അതായിത്തീരുന്ന നിമിഷം നമ്മുടെ അടുത്തേക്ക് ധനത്തിൻ്റെ ഊർജ്ജവും നമ്മുടെ ഊർജ്ജവും സെയിമായിട്ട് മാറും. ഈ രണ്ട് ഊർജ്ജവും സെയിമായി മാറുന്ന നിമിഷം നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ സങ്കല്പിക്കാതെ നിങ്ങളെ തേടി ധനം ഒഴുകി വരാൻ തുടങ്ങുന്ന ഒരവസ്ഥ വരും. അതിൻ്റെ പേരാണ് സമ്പൂർണ്ണമായിരിക്കുന്ന ലോകം, സത്യയുഗം അഥവാ സ്വർണിമയുഗം. ഈശ്വരൻ ജീവാത്മാക്കളുടെ ഊർജ്ജത്തെ തൻ്റെ ഊർജ്ജത്തിലേക്ക്, തൻ്റെ സങ്കല്പത്തിലേക്ക്, തൻ്റെ വേവ്ലെങ്ത്തിലേക്ക്, തൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ദുഃഖശാന്തിയുമില്ലാത്ത സുഖവും ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലോകം കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. അതിനറിഞ്ഞുകൊണ്ട് നമ്മളതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് മാറാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജവും ധനത്തിൻ്റെ ഊർജ്ജവും സെയിം ആവും, നമ്മുടെ വേവ് ലെങ്ത്തും ധനത്തിൻ്റെ വേവ് ലെങ്ത്തും സെയിം ആവും, നമ്മുടെ ഫ്രീക്വൻസിയും ധനത്തിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആവും. ധനം നിങ്ങളുടെ പിന്നാലെ ഒരു നിഴല് പോലെ വരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് ധനം നിഴല് പോലെ ഒഴുകി വന്നുകൊണ്ട് ആനന്ദം അനുഭവിക്കാൻ സാധിക്കട്ടെ. ഭഗവാന്റെ കൂടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ സുഖവും സമൃദ്ധിയും ആസ്വദിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.